ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ? 18ാമത്തെ പേജിലെ 1ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2-3 ചോദ്യങ്ങളുണ്ട്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലെങ്കിലും സ്കൂളിലൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ കുറച്ച് കൂട്ടുകാർ എന്നോട് പറഞ്ഞായിരുന്നു. അതിൽ പ്രകാരമാണ് ഇതും കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നതല്ല. എങ്കിൽ നമുക്ക് ഈ കണക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 2ാമത്തെ എവിടെയാണ്? ഈ 3ാമത്തെ ചെയ്താൽ 2ാമത്തെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ടാണ് 2ാമത്തെ സ്കിപ്പ് ചെയ്ത് 3ാമത്തേലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ 2ാമത്തെ ചോദ്യം സ്വന്തം എഴുതി തീർക്കണം കേട്ടോ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനോ ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാനോ മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. സീ ദ പിക്ചർ ബിലോ. ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കുക. ഒരു കിച്ചുണ്ട്. ഓക്കെ, നോക്ക്. കുറച്ച് ചതുരങ്ങളും സമചതുരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ചോദ്യം നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എണ്ണി നോക്കാം അല്ലേ? നമുക്ക് എണ്ണി നോക്കാം. എത്ര എണ്ണം ഉണ്ട്? ഹൗ മെനി സ്മോൾ. 1ാമത്തെ ചിത്രത്തിൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ? അത് എഴുതി വയ്ക്കാം. നമുക്ക് 1ാമത്തെ ചിത്രത്തിൽ 1ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ എഴുതാം. നമുക്ക് 2 സമചതുരമുണ്ട്. 2ാമത്തെ എണ്ണി നോക്കിയേ. 1 2 3 4 ആണോ? എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണമുണ്ട്. അടുത്തതിലോ? 1 2 3 4 5 6 6 സമചതുരങ്ങളുണ്ട്. ചെറിയ സമചതുരങ്ങൾ, ശരിയല്ലേ? ഇനി അടുത്തത് നോക്ക്. എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 6 7 8 സമചതുരങ്ങളുണ്ട്. 2 4 6 8 കിട്ടിയല്ലോ. സീക്വൻസ് കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത വലിയ സീക്വൻസ് ആണോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിശോധിച്ച് നോക്കാം. കാരണം നമ്മുടെ ചോദ്യം അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. 2ാമത്തെ ചോദ്യം എങ്ങനെ? എത്ര വലിയ സമചതുരങ്ങളുണ്ട്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? 1ാമത്തെ ചിത്രത്തിൽ വലിയ സ്ക്വയർ ഉണ്ടോ? ഇല്ല, ചെറിയ സ്ക്വയർ. സ്ക്വയർ ഇല്ലെങ്കിൽ സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നീളവും വീതിയൊക്കെ ഒരേപോലെയാണ് അല്ലേ? എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു ജ്യാമിതീയ രൂപമാണത് അല്ലേ? 4 വശങ്ങളുള്ള ഒരു ജ്യാമിതീയ രൂപമാണ് എന്ത് പറയുന്നത്? സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. ഇത് വെറും ചതുരം മാത്രമല്ലേ ഉള്ളൂ അല്ലേ? നീളവും വീതി അതിനകത്തുണ്ട്, ചതുരം മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ സമചതുരം ഇല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? 0. അവിടെ ഒന്നുമില്ല. ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? 0 ഇടും, അത്രേ ഉള്ളൂ. അടുത്ത ചിത്രത്തിൽ എത്ര സ്ക്വയർ ഉണ്ട്? 1 സ്ക്വയർ ഉണ്ട് അല്ലേ? ഇത് വലുത് ഒരെണ്ണം, വലിയ സ്ക്വയർ, ശരിയല്ലേ? ഇതാ ഈ വലിയൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം എഴുതാം? 1 എണ്ണമുണ്ട് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി 3ാമത്തെ ചിത്രത്തിലോ? അവിടെയാണ് ചെറിയ കൺഫ്യൂഷനൊക്കെ വരുന്ന കാര്യം. കൺഫ്യൂഷനൊന്നും ഇടയുള്ള സാധനമൊന്നുമല്ല. നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കാം. നോക്കിയേ, വരട്ടെ. ഇത് കണ്ടോ? ഇത് ഇങ്ങനെ ഒരു സ്ക്വയറാണ് അല്ലേ? 1 എണ്ണം കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി നോക്കിയേ, ഇതും കൂടി ചേർത്താണ് സാർ വരയ്ക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ വരച്ചു. ഇതൊക്കെ ഇങ്ങനെ. ഇതൊരു സ്ക്വയർ അല്ലേ? അപ്പോൾ എത്ര സ്ക്വയറായി? 2 സ്ക്വയറായി. അതായത് 3ാമത്തെ ചിത്രത്തിൽ എത്ര സ്ക്വയർ ഉണ്ട്? 2 സ്ക്വയർ ഉണ്ട്. ഇനി 4ാമത്തേത് ഇങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കണ്ടോ? 1, ശരിയല്ലേ? പിന്നെ ഇതിങ്ങനെ കയറിയിട്ട് കേട്ടോ. നോക്കിയേ, 2 കണ്ടോ? 2 എണ്ണം കണ്ടോ? 2. അടുത്ത നോക്കിയേ, ഇതിങ്ങനെ കണ്ടോ? 3. എത്ര എണ്ണമായി? 3 എണ്ണമായി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതി വയ്ക്കാം. 3. 0 1 2 3. ഓക്കെ, പക്കേ അല്ലേ? ശരി. അടുത്ത നോക്ക്. 3ാമത്തെ ചോദ്യം. ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? ആകെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇനി ആകെ എത്ര ഉണ്ടെന്ന് ഇനി ഇതിനകത്ത് എണ്ണാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മൾ ഓൾറെഡി ചെറിയ സമചതുരങ്ങളുടെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, വലിയ സമചതുരങ്ങൾ, വലിയ സ്ക്വയറിൻ്റെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാ കൂട്ടി നോക്കിയാൽ മതി. നോക്ക്, മേളിൽ കിടക്കുന്ന ഏതാണ്? 2. 2ഉം 0 കൂട്ടുക. എത്രയാ? നമുക്ക് എത്ര കിട്ടി? 2. മൊത്തം 2 എണ്ണം അല്ലേ? മേളിൽ എഴുതിയ എന്താണ്? ചെറുതിൻ്റെ. താഴെ എഴുതിയ എന്താണ്? വലുതിൻ്റെ. 2 അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി, അതല്ലേ എളുപ്പം. 4ഉം 1ഉം. 4ഉം 1ഉം എത്രയാണ്? 5. ദെൻ അടുത്ത നോക്കിയേ, 6ഉം 2ഉം. 6ഉം 2ഉം എത്രയാണ്? 8. അടുത്ത നമുക്ക് എന്ത് നോക്കാം? 8ഉം 3ഉം എത്രയാണ് നമുക്ക് കിട്ടിയത്? 11 എക്സെട്രാ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സബ് ക്വസ്റ്റിൻ്റെ ആൻസറായി. തീർന്നില്ല അല്ലേ? ഇതിൻ്റെ പുറകെ വേറെ സാധനം കൂടി ഉണ്ട്. കണ്ടിന്യൂയിങ് ദിസ് പാറ്റേൺ ഈസ് ഈച്ച് സച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ?
അതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അങ്ങോട്ട് തിരിച്ചു വരാമെന്ന്. സമാന്തര ശ്രേണിയാണ്. ആദ്യത്തെ നോക്കിക്കേ, 2, 4, 6, 8 സമാന്തര ശ്രേണിയാണോ? അതെ അല്ലേ. കോമൺ ഡിഫറൻസ് ഉണ്ട്, പൊതുവ്യത്യാസം ഇല്ലേ? എത്രയാ? 2. യെസ്. കാരണം ഇതെന്താണ്? ഇനി 8 കഴിഞ്ഞ് നമുക്ക് അടുത്ത സുഖമായിട്ട് എഴുതാം. 8 2 10 2 12 അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടെ? D = 2 ആണ്. ആണോ? പൊതുവ്യത്യാസത്തിനല്ലേ നമ്മൾ D എന്ന് എഴുതുക. D = 2. പൊതുവ്യത്യാസം ഇല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിൽ നോക്കിയേ, 0 1 2 3 കോമൺ ഡിഫറൻസ് എത്രയാ? നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി കട്ടക്കട്ടൊക്കെ നമുക്ക് കുറച്ച് നോക്കാതെ കണ്ടുപിടിച്ചൂടെ? ഇനി കുറച്ച് നോക്കി, 1 ൽ നിന്ന് 0 കുറച്ചാൽ 1, 2 ൽ നിന്ന് 1 കുറച്ചാൽ 1, അങ്ങനെയും എഴുതാം. അപ്പോൾ അവിടെയും എന്തുണ്ട്? പൊതുവ്യത്യാസം ഉണ്ട്. അയ്യോ, പൊതുവ്യത്യാസം 2 അല്ല. പൊതുവ്യത്യാസം എത്രയാ? വിട്ടുപോയി. എത്രയാ പൊതുവ്യത്യാസം? എത്രയാ? 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ? 0 1 2 3. ഇനി അടുത്ത് എഴുതിയ എത്രയായിരിക്കും? 4 ആയിരിക്കും. പിന്നെ എഴുതിയ എത്രയായിരിക്കും? 5 ആയിരിക്കും. സിമ്പിൾ. ഇനി അടുത്ത നോക്കിയേ, മൂന്നാമത്തെ. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇതിപ്പോൾ 2 ഞാൻ പറഞ്ഞല്ലേ, ഒരെണ്ണം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആണോ? 2 5 8 11 കോമൺ ഡിഫറൻസ് ഉണ്ടോ അതിനകത്ത്? 5 ൽ നിന്ന് 2 കുറച്ചാൽ 3. തൊട്ട് മുന്നത്തേന്ന് പുറകിലെ കുറച്ച് നോക്ക്. 8 ൽ നിന്ന് 5 കുറച്ചാൽ 3. പിന്നെ നോക്ക്, 11 ൽ നിന്ന് 8 കുറച്ചാൽ 3. കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ ഇല്ലേ? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 3. അങ്ങനെയെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? ആണ് അല്ലേ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഇപ്പം ഇൻ ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത എന്താണ് പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പം അതുവരെ നന്നായിട്ടിരുന്ന് പഠിക്കുക. ടേക്ക് കെയർ. ബൈ.